ഈ വർഷം സൗദി അറേബ്യയിൽ താൽക്കാലിക ജോലികൾക്കായി വിദേശത്ത് നിന്നും 59,000 പേരെ റിക്രൂട്ട് ചെയ്യുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജി പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നും പലവിധ തൊഴിലാളികളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ റിക്രൂട്ട് ചെയ്യാൻ 59,000 സീസണൽ വർക്ക് വിസകൾ അനുവദിക്കേണ്ടി വരുമെന്ന് മക്ക ചേംബർ ഓഫ് കൊമേഴ്സ് ആസ്ഥാനത്ത് ചേർന്ന വ്യവസായികളുടെ യോഗത്തിലാണ് മന്ത്രി വെളിപ്പെടുത്തിയത്. ഹജ്ജ്, ഉംറ തുടങ്ങിയ പ്രത്യേക സീസണുകളിലാണ് ഇത്തരം റിക്രൂട്ട്മെന്റുകൾ ആവശ്യമായി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ജോലികൾ ചെയ്യുന്ന കമ്പനികൾക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ആവശ്യമായി വരും. സ്വദേശത്ത് നിന്നും ലഭ്യമായില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ സീസണൽ വിസകൾ കമ്പനികൾക്ക് തങ്ങളുടെ ജോലി സുഗമമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ഇങ്ങനെ വിദേശികളെ സീസണൽ വിസയിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ തങ്ങളുടെ ജോലി ചെയ്യാൻ പ്രാപ്തരായ ആളുകളാണോ എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല, ഇങ്ങനെ സീസണൽ വർക്ക് വിസയിൽ വരുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ലെന്ന് പ്രത്യേകം ഓർക്കുകയും വേണം. ഹജ്ജ് ചെയ്യാൻ അനുവദിച്ചാൽ അത് ഗുരുതര നിയമലംഘനമാകും. ഇത്തരം സീസണൽ ജോലികൾ ചെയ്യാൻ സ്വദേശി പൗരന്മാരെ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചും കമ്പനികൾ ആലോചിക്കണം. കഴിവുകളും നൈപുണ്യവും വികസിപ്പിക്കുന്നതിന് സൗദി യുവതി-യുവാക്കൾക്ക് പ്രായോഗിക പരിശീലനം നൽകേണ്ടതുണ്ട്. അതിന് പറ്റിയ ജോലികളിൽ അവരെ നിയമിച്ചാൽ അവർ സ്വയം ശാക്തീകരിക്കപ്പെടുമെന്നും അതിനുള്ള അവസരങ്ങളും സംരംഭങ്ങളും ഉണ്ടാക്കാൻ കമ്പനികൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.